നമസ്കാരം. 2026 ജൂൺ 2 വ്യാഴം രാശി മാറുകയാണ്. 1201 ഇടവം 19 ഈ രാശിമാറ്റം. വ്യാഴം അതിൻ്റെ ശത്രുവിൻ്റെ ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും സ്വന്തം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക രാശിക്കാർക്കും ഏറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് 2026 ജൂൺ 2 ആരംഭിക്കുന്ന സമയം. ഒരു രാശിയിൽ ഏറെക്കുറെ ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം. 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് എത്തുന്നതും അത്യധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും. മറ്റെല്ലാ ഗ്രഹങ്ങളെപ്പോലെ തന്നെയും ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗുണഫലവും ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷഫലവുമാണ് ഗുരുവിൽ നിന്നും ഉണ്ടാവുന്നത്. പ്രധാനമായും 3, 6, 8, 12 രാശികളിൽ വരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മറ്റ് രാശിക്കാർക്ക് അത്യധികം ഗുണഫലങ്ങളുമാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്കാണ് സംക്രമണം ചെയ്യുന്നത് കൊണ്ടും 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ടും ഈ പറയുന്ന ദുസ്ഥാനത്ത് ഉള്ളവർക്കും ദോഷഫലങ്ങൾ വളരെ കുറവ് മാത്രമേ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി ഒരു വർഷം, അതായത് 2027 ജൂൺ 25 വരെ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ് ഉണ്ടാവുക. ഓരോ രാശിയിലെയും നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഈ വ്യാഴ സംക്രമണം വഴി ഫലം പ്രദാനം ചെയ്യുന്നത് എന്ന് നോക്കാം. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം അത്ര ഗുണകരമല്ല. ഇതുവരെ അവരുടെ ഇഷ്ടസ്ഥാനത്തായിരുന്ന 11ാം ഭാവത്തിൽ നിന്ന് ഇപ്പോൾ വ്യയസ്ഥാനമായ 12ലേക്കാണ് ഗോചരവശാൽ വ്യാഴം വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം അത്ര ഗുണകരമല്ലാത്ത ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ അധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പാഴ്ചിലവുകൾ വന്നു ചേരുവാൻ ഇടയുള്ള ഒരു വർഷമാണ്. അവിചാരിതമായി ചിലവ് വരും എന്നതുകൊണ്ട് തന്നെ ഇവർ ചെറിയ രീതിയിൽ ഒരു നിക്ഷേപം ഉണ്ടാക്കി വെക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. കടം കൊടുക്കുമ്പോൾ വളരെ അധികം സൂക്ഷിച്ച് മാത്രമേ ആവശ്യമായ രേഖകൾ സഹിതമേ കടം കൊടുക്കേണ്ടതുള്ളൂ. കടം തിരിച്ചു കിട്ടുവാൻ പ്രയാസമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ കടം കൊടുക്കേണ്ടതുള്ളൂ എന്നുകൂടി ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. മാതൃഗുണം ഉണ്ടാവുന്ന ഒരു വർഷമാണ്. മാതാവിൽ നിന്നോ മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നോ നേട്ടമുണ്ടാവുന്ന വർഷമാണ്. ആത്മീയമായി ശ്രദ്ധ ചെലുത്തുന്ന ഒരു വർഷമാണ്. തീർത്ഥയാത്രകൾ പോകുന്നതും പുണ്യക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഈ സമയത്ത് അവസരം ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. ശനി അഷ്ടമത്തിൽ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനും ഉള്ള രോഗങ്ങൾ ഭേദപ്പെടുവാൻ കാലതാമസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവർക്ക് അഷ്ടമശനി അത്ര ഗുണകരമല്ല. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രോഗദുരിതങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. പാതി വഴി നിലച്ചുപോയ വീടിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുവാനും ഒക്കെ ഇവർക്ക് കഴിയുന്നതാണ്. വാഹനം വാങ്ങുമ്പോഴും സാമ്പത്തികമായി നഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്രയവിക്രയങ്ങൾ നടത്തുമ്പോഴും വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാഴ്ചിലവ് വരാതെയും നഷ്ടമുണ്ടാകാതെയും ഈ സമയത്ത് ഇവർ സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് ക്ഷോഭിക്കാതെ കാര്യങ്ങളൊക്കെ ഒരു നയപരമായിട്ട് കൊണ്ടുപോകുവാൻ ഈ സമയത്ത് ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്തർക്കം ഉണ്ടാകാതെയും വ്യവഹാരം ഉണ്ടാകാതെയും കാര്യങ്ങൾ രമ്യതയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം വ്യാഴവും അതേപോലെ തന്നെ ശനിയും ഇവർക്ക് അനിഷ്ടസ്ഥാനത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഗുണഫലങ്ങൾ കുറയുന്ന ഒരു സമയമായിരിക്കും ജൂൺ 2 മുതൽ ഉള്ള ഒരു വർഷം എന്ന് ഇവർ ഒരു മുൻധാരണ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക്, അതായത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം എത്തിച്ചേരുന്ന ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ ദോഷഫലങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. മാത്രമല്ല ഈ രാശിക്കാരുടെ 4, 6, 8 ഭാവങ്ങളിൽ
സർവേശ്വരനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ദോഷഫലങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി ഇവർ ശനിപ്രീതി നടത്തേണ്ടതും വൈഷ്ണവപ്രീതി നടത്തേണ്ടതും ആവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യുക എന്നിവയൊക്കെ നടത്തിയാൽ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും.